കോയമ്പത്തൂർ നഗരത്തിൽ തിരക്കേറിയ തെരുവുകളും വർണ്ണാഭമായ ചന്തകളും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ സരസ്വതി എന്ന പെൺകുട്ടി ഒരു പഴക്കം ചെന്ന കർക്കശമായ കുടുംബത്തിൽ ജനിച്ചു. പെൺകുട്ടിയായി ജനിച്ചതിന്റെ പേര് പറഞ്ഞ് അവളെ എപ്പോഴും അവഗണിച്ചു. അവളുടെ അമ്മയെ പെൺകുട്ടിയെ പ്രസവിച്ചതിന് എല്ലാവരും കുറ്റപ്പെടുത്തി. അമ്മ സരസ്വതിയെ സ്നേഹിക്കുന്നതിന് പകരം വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവളുടെ മേൽ ചുമത്തി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ സരസ്വതിക്ക് ഒരു അനുജൻ കാർത്തിക് ജനിച്ചു. അവൻ വീടിന്റെ നക്ഷത്രമായി. എല്ലാവരുടെയും സ്നേഹവും ശ്രദ്ധയും അവനു മാത്രമായിരുന്നു. സരസ്വതിക്ക് പുതിയ വസ്ത്രം, നല്ല ഭക്ഷണം, തണുപ്പിൽ ഒരു പുതപ്പ് പോലും ലഭിച്ചില്ല. എല്ലാം അനുജനു വേണ്ടി ത്യാഗം ചെയ്യണമെന്ന് അവളെ പഠിപ്പിച്ചു. പഠനകാര്യത്തിൽ കാർത്തിക്കിനെ ഒരു നല്ല സ്വകാര്യ സ്കൂളിൽ ചേർത്തു. എന്നാൽ സരസ്വതിക്ക് പഠിക്കാൻ പോലും അനുവാദം ലഭിച്ചില്ല. അവൾ പഠനം സ്വപ്നം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, പെൺകുട്ടിക്ക് പഠനമെന്തിന്? ഇനി ജോലി ചെയ്ത് വിവാഹത്തിന് തയ്യാറാകണം. ഈ വാക്കുകൾ അവളെ തളർത്തിയില്ല. 16-ാം വയസ്സിൽ കോയമ്പത്തൂരിലെ ഒരു തുണിത്തൊഴിൽ ഫാക്ടറിയിൽ ജോലി തുടങ്ങി. പകൽ ജോലി, രാത്രി രഹസ്യമായി പഠനം. പുസ്തകങ്ങൾ അവളുടെ ഏക സുഹൃത്തുക്കളായി. 3 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ അവൾ ഹൈസ്കൂൾ പരീക്ഷയിൽ വിജയിച്ചു. ആരുടെയും സഹായമില്ലാതെ അവളുടെ മനോബലം കൊണ്ട് മാത്രം. പെൺകുട്ടിയായതിന്റെ പേര് പറഞ്ഞു തന്നെ താഴ്ത്താൻ അനുവദിക്കില്ലെന്ന് സരസ്വതി തീരുമാനിച്ചു. ഒരു രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ വീട് വിട്ടിറങ്ങി. കോയമ്പത്തൂരിൽ ഒരു ചെറിയ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് പുതിയ ജീവിതം തുടങ്ങി. ഒരു ചെറിയ ഹോട്ടലിൽ വെയിറ്ററായി ജോലി ലഭിച്ചു. അവിടെ അരുൺ എന്ന യുവാവിനെ കണ്ടുമുട്ടി. ഹോട്ടലുടമയുടെ മകനായ അരുൺ സൈന്യത്തിൽ നിന്ന് മടങ്ങിവന്ന് വീണ്ടും കോളേജിൽ ചേരാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവൻ സരസ്വതിയെ ആത്മാർത്ഥമായി പ്രശംസിച്ചു. അവർ പ്രണയിച്ചു. രഹസ്യമായി വിവാഹം കഴിച്ച് അവളുടെ ഫ്ളാറ്റിൽ ഒരുമിച്ച് ജീവിച്ചു. പക്ഷേ ഈ രഹസ്യം വളരെക്കാലം നീണ്ടുനിന്നില്ല. അരുണിന്റെ അമ്മ ലക്ഷ്മി ഹോട്ടലിന്റെ മാനേജരുമായിരുന്നു. അവർക്ക് ഈ വിവാഹമറിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. സരസ്വതിയെ അപമാനിച്ച്, നിന്നെ ജോലിക്കെടുത്തത് അനുകമ്പ കൊണ്ടാണ്, ഇപ്പോൾ എന്റെ മകനെ രഹസ്യമായി വിവാഹം കഴിച്ചോ എന്ന് പറഞ്ഞു. അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കി, ശമ്പളം പോലും നൽകിയില്ല. എന്റെ മകന് നിന്നേക്കാൾ മികച്ച പെൺകുട്ടികൾ ലഭിക്കും എന്ന് അവർ പറഞ്ഞു. സരസ്വതി, ഞാൻ അവനെ നിർബന്ധിച്ചില്ല, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ലക്ഷ്മി ഒന്നും കേട്ടില്ല. അവർ സരസ്വതിയെ വേർപെടുത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം അവർ സരസ്വതിയുടെ ഫ്ളാറ്റിൽ കയറി ദേഷ്യത്തിൽ സാധനങ്ങൾ തകർത്തു. അരുൺ വന്ന് അമ്മയെ ശാന്തനാക്കാൻ ശ്രമിച്ചു. ഞങ്ങളൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു, നീ ഒരു മുത്തശ്ശിയാകാൻ പോകുന്നു എന്നവൻ പറഞ്ഞു. എന്നാൽ ലക്ഷ്മി, ആ കുഞ്ഞ് നിന്റേതാണെന്ന് ആരു പറഞ്ഞു എന്നു പറഞ്ഞു. അരുൺ ഉറച്ച്, എനിക്കുറപ്പാണ്, അത് എന്റെ കുഞ്ഞാണ് എന്നു പറഞ്ഞു. ലക്ഷ്മി കരഞ്ഞ്, നിന്റെ ഭാവി നശിപ്പിച്ചു എന്നു പറഞ്ഞു. സരസ്വതി മരുമകളുടെ വെറുപ്പിൽ തുടങ്ങിയ ഒരു വിവാഹത്തിൽ പ്രവേശിച്ചു. അരുൺ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ ഒരു വലിയ വിവാഹം നടത്താമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ സരസ്വതിക്ക് ലക്ഷ്മിയുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. ഗർഭിണിയായിരുന്നിട്ടും വീട്ടുജോലിയും ഹോട്ടലിൽ ഉപഭോക്താക്കൾക്ക് സേവനം ചെയ്യലും ചെയ്യേണ്ടി വന്നു. ലക്ഷ്മി എപ്പോഴും അവളെ കുറ്റപ്പെടുത്തി, നിനക്കൊന്നിനും കൊള്ളില്ല, മടിയനെന്ന് പറഞ്ഞു. 5 വർഷത്തിലേറെ സരസ്വതി ഈ അപമാനങ്ങൾ സഹിച്ചു. ചിലപ്പോൾ രാത്രിയിൽ ഒറ്റയ്ക്ക് കരഞ്ഞ്, എന്തിനു ഞാനിതെല്ലാം സഹിക്കണം എന്ന് ചോദിച്ചു. അരുൺ അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ ഏക ആശ്വാസമായിരുന്നു. ഒരു ദിവസം ലക്ഷ്മി ഒരു തട്ടിപ്പിൽ കുടുങ്ങി എല്ലാ പണവും നഷ്ടപ്പെട്ടു. എന്റെ എല്ലാം പോയി എന്നവർ കരഞ്ഞു. അരുൺ പരിഭ്രാന്തനായി, ഇനി നമ്മൾ എന്തു ചെയ്യും? സരസ്വതി ശാന്തമായി പറഞ്ഞു, നിന്റെ അമ്മ മനഃപൂർവ്വം ചെയ്തതല്ല, അവർ വഞ്ചിക്കപ്പെട്ടു. ഞാൻ കുറച്ച് പണം സേവ് ചെയ്തു വച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കാം. പക്ഷേ ലക്ഷ്മി ദേഷ്യപ്പെട്ടു. നിന്നെപ്പോലൊരു പാവപ്പെട്ട പെൺകുട്ടിയെ അരുൺ വിവാഹം കഴിച്ചതാണ് ഈ പ്രശ്നത്തിന് കാരണം. സരസ്വതി ദേഷ്യപ്പെടാതെ ശാന്തമായി തന്റെ സേവിങ്സ് ഉപയോഗിച്ച് ഒരു ചെറിയ ബേസ്മെന്റ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തു. പിന്നീട് ലക്ഷ്മി രോഗിയായി. അരുൺ 2 ജോലികൾ ചെയ്തു. സരസ്വതിയും വീട്ടിൽ നിന്ന് ചെറിയ ജോലികൾ ഏറ്റെടുത്തു. ജീവിതം കഠിനമായിരുന്നു. അരുണിന്റെ സ്നേഹം പോലും കുറഞ്ഞു. എന്നിരുന്നാലും സരസ്വതി തന്റെ മകൾ വിജയലക്ഷ്മി നല്ല ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചു. വിജയലക്ഷ്മിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സരസ്വതി വിശന്നിരുന്നും അത് വാങ്ങിക്കൊടുത്തു. പക്ഷേ ലക്ഷ്മി ഇതിനെ പരിഹസിച്ചു. നിന്റെ മകളെ നീ അധികം വഴിവിടുത്തുന്നു. അരുണിന് കൂടുതൽ ശ്രദ്ധ നൽകൂ. സരസ്വതി മറുപടി പറഞ്ഞു, എന്റെ ഭർത്താവും മകൾക്ക് മികച്ചത് ആഗ്രഹിക്കുന്നു. അതിൽ നിനക്ക് അഭിമാനമുണ്ടായിരിക്കണം. ലക്ഷ്മി ദേഷ്യപ്പെട്ടു. നിന്റെ പാവപ്പെട്ട കുടുംബമാണ് ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയത്. സരസ്വതി ശാന്തമായി മറുപടി പറഞ്ഞു, നിന്റെ തെറ്റായ തീരുമാനങ്ങളാണ് നിന്റെ പണം നഷ്ടപ്പെടുത്തിയത്.
ഇത് ലക്ഷ്മിയെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. അവർ വീട്ടുസാധനങ്ങൾ തകർത്തു. സരസ്വതി വിജയലക്ഷ്മിയെ വിളിച്ച് വീടിന് പുറത്തേക്ക് പോയി. ലക്ഷ്മി രോഗിയായി നടിച്ച് അരുണിന്റെ അനുകമ്പ നേടാൻ ശ്രമിച്ചു. എപ്പോഴും സരസ്വതിയെ പിന്തുണച്ചിരുന്ന അരുൺ ഇപ്പോൾ അവളെ കുറ്റപ്പെടുത്തി. നിന്റെ പെരുമാറ്റം എന്റെ അമ്മയെ വിഷമിപ്പിക്കുന്നു. സരസ്വതി ഞെട്ടി. ഞാനോ? നിന്റെ അമ്മ എപ്പോഴും എന്നെ അപമാനിക്കുന്നു. അവരുടെ തെറ്റുകൾ കൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത് എന്നു പറഞ്ഞു. അരുൺ ശാന്തമായി അവർ രോഗിയാണ്, കുറച്ച് ക്ഷമ കാണിക്കൂ എന്ന് പറഞ്ഞു. ഈ സംഭാഷണം അവർക്കിടയിൽ അകലം വർദ്ധിപ്പിച്ചു. എല്ലാ വെല്ലുവിളികൾക്കിടയിലും സരസ്വതി തന്റെ കുടുംബത്തെ പരിപാലിച്ചു. വിജയലക്ഷ്മി ഹൈസ്കൂളിലെത്തിയപ്പോൾ സരസ്വതിയുടെ ശ്രമങ്ങളാൽ അവർക്ക് ഒരു പുതിയ വീട് വാങ്ങാൻ കഴിഞ്ഞു. പക്ഷേ ലക്ഷ്മി ഇതെല്ലാം അരുണിന്റെ അധ്വാനമെന്നു പറഞ്ഞ് സരസ്വതിയുടെ സംഭാവനകളെ മറച്ചു. സരസ്വതി ഒന്നും പറയാതെ വീടൊരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ലക്ഷ്മിയുടെ അപമാനങ്ങൾക്ക് അവൾ ഒരു മാനസിക മതിൽ കെട്ടിയിരുന്നു. എന്നിരുന്നാലും ഒരു ദിവസം എല്ലാം ശരിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷേ അവളുടെ വിവാഹം തകർന്നു തുടങ്ങി. അരുൺ ഒരു പുതിയ ജോലിയിൽ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. ഓഫീസിൽ മീറ്റിംഗുകളുണ്ട് എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ പുറത്തായിരുന്നു. സരസ്വതിക്കറിയാമായിരുന്നു ഈ മീറ്റിംഗുകൾ മദ്യപാനവും മറ്റ് സ്ത്രീകളുമായുള്ള കൂടിക്കാഴ്ചകളുമാണ്. അവൾ എതിർത്തപ്പോൾ അരുൺ ദേഷ്യപ്പെട്ടു. നിന്റെ വസ്ത്രവും രൂപവും നോക്കൂ, നീ എന്റെ ഭാര്യയെപ്പോലെ പോലും തോന്നുന്നില്ല. ഈ വാക്കുകൾ സരസ്വതിയെ വേദനിപ്പിച്ചു. ഈ കുടുംബത്തിനായി തന്റെ ജീവിതത്തിന്റെ മികച്ച വർഷങ്ങൾ ത്യാഗം ചെയ്തിട്ടും അവൻ അവളെ അപമാനിക്കുന്നു. ഒരു രാത്രി മദ്യപിച്ച് വന്ന അരുൺ രാവിലെ ഓഫീസിൽ ഒരു കരാർ മറന്നുവച്ചതിനെ ഓർമ്മിച്ചു. 10 മിനിറ്റിനുള്ളിൽ അതെന്റെ ഓഫീസിൽ കൊണ്ടുവാ എന്നവൻ കൽപ്പിച്ചു. സരസ്വതി വസ്ത്രം മാറാൻ പോലും സമയമില്ലാതെ ഒരു ടാക്സിയിൽ കോയമ്പത്തൂർ നഗരത്തിലെ അവന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ അരുൺ അവളെ ദേഷ്യത്തോടെ നോക്കി. ഈ വസ്ത്രം എന്താണ്? എന്നെ അപമാനിക്കണോ എന്നു പറഞ്ഞു. അപ്പോൾ ഒരു സഹപ്രവർത്തകൻ ചോദിച്ചു, ഇവൾ നിന്റെ ഭാര്യയാണോ? അരുൺ ഒരു നിമിഷം പോലും ആലോചിക്കാതെ, ഇല്ല, ഇവൾ വീട്ടിൽ വൃത്തിയാക്കാൻ വരുന്ന ഒരു വേലക്കാരിയാണ് എന്ന് പറഞ്ഞു. സരസ്വതിയുടെ ഹൃദയം തകർന്നു. അവൻ അവളെ ഭാര്യയായി സ്വീകരിക്കാതെ എല്ലാവരുടെ മുന്നിലും അപമാനിച്ചു. സരസ്വതി കണ്ണീർ വാർന്ന് അവിടെ നിന്ന് മടങ്ങി. വഴിയിൽ ഒരു കടയിൽ കയറി ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ കുറച്ച് പുതിയ വസ്ത്രങ്ങൾ വാങ്ങി. വീട്ടിലെത്തിയപ്പോൾ അരുൺ വീണ്ടും അപമാനിച്ചു. എത്ര വസ്ത്രം മാറ്റിയാലും നീ ഇങ്ങനെ തന്നെ. എന്റെ പണം പാഴാക്കിയോ? ലക്ഷ്മിയും ചേർന്ന്, നിന്നെപ്പോലുള്ളവർക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചേരില്ല എന്ന് പറഞ്ഞു. സരസ്വതിയുടെ ദേഷ്യവും വേദനയും വളർന്നു. ഇതെല്ലാം വിജയലക്ഷ്മിയുടെ മുന്നിൽ നടക്കുന്നത് അവളെ കൂടുതൽ വേദനിപ്പിച്ചു. എന്റെ മകൾ എന്റെ ജീവിതം വീണ്ടും ജീവിക്കരുത് എന്ന് അവൾ ഉറച്ചു. പെട്ടെന്ന് അരുൺ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, സരസ്വതി, ഈ ബന്ധം ഇനി വേണ്ട. എനിക്ക് വിവാഹമോചനം വേണം. വേറെ സ്ഥലം നോക്കിപ്പോ. സരസ്വതി ഞെട്ടി. ഈ വീട് ഞാൻ വലിയ കഷ്ടപ്പാടോടെ ഉണ്ടാക്കിയതാണ് എന്നു പറഞ്ഞു. അരുൺ ലജ്ജയില്ലാതെ, ഞാൻ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണ്, അവൾ ഗർഭിണിയാണ്. അവൾ ഇവിടെ താമസിക്കും. അവൾ എനിക്ക് യോജിച്ചവളാണ് എന്ന് പറഞ്ഞു. സരസ്വതി കണ്ണുകൾ തീപിടിച്ച്, നീ എന്നെ വഞ്ചിച്ച് ഇപ്പോൾ ഞാൻ കുറ്റക്കാരിയോ എന്ന് ചോദിച്ചു. ഒരു ദിവസം ഉമർ ജലദോഷം ബാധിച്ച് വീട്ടിലുണ്ടായിരുന്നു. നിനക്കു വേണ്ട, പോയി വിശ്രമിക്കൂ എന്ന് പറഞ്ഞെങ്കിലും സരസ്വതി മരുന്ന് വാങ്ങി കോഴിസൂപ്പ് തയ്യാറാക്കി, മരുന്ന് കഴിച്ച് സൂപ്പ് കുടിക്കൂ എന്നൊരു കുറിപ്പ് വച്ചു. മറ്റന്നാൾ ഉമർ നന്ദി പറഞ്ഞ് അവൾക്ക് കുറച്ച് സൗന്ദര്യവസ്തുക്കൾ വാങ്ങിക്കൊടുത്തു. സരസ്വതി ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഉമർ നിന്റെ ശ്രദ്ധയ്ക്ക് ഒരു ചെറിയ നന്ദി എന്ന് പറഞ്ഞു. അവൻ, നിന്റെ ഭക്ഷണം രുചികരമാണ്, പക്ഷേ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അതിന്റെ രുചി കുറയുന്നു. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സരസ്വതി, അതെ, പ്രിയപ്പെട്ടവരോടൊപ്പം ഭക്ഷണം പങ്കിടുമ്പോൾ രുചി കൂടും എന്ന് മറുപടി പറഞ്ഞു. ഒരു ദിവസം ഉമർ, ഒരു ദിവസം എന്നോടൊപ്പം ഡിന്നർ കഴിക്കുമോ എന്ന് ചോദിച്ചു. സരസ്വതി, വിവാഹമോചനത്തിനു ശേഷം ഞാൻ ആരോടും ഡിന്നർ കഴിച്ചിട്ടില്ല. പക്ഷേ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞു. അവർ ഒരുമിച്ച് ഡിന്നർ കഴിച്ച് സംസാരിച്ചു. ആ കലണ്ടറിലെ തീയതി ഉമറിന്റെ അമ്മയുടെ ഓർമ്മദിനമാണെന്ന് മനസ്സിലായി. ഒരു പ്രണയകാര്യമല്ലെന്ന് സരസ്വതി മനസ്സിലാക്കി. ഉമർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് അവൾക്ക് തോന്നി. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഉമർ സരസ്വതിയോട് വിവാഹം ആവശ്യപ്പെട്ടു. നിന്റെ മകൾ വിജയലക്ഷ്മിയെ ഞാൻ എന്റെ മകളായി കാണും എന്ന് അവൻ വാഗ്ദാനം ചെയ്തു. വിവാഹദിനത്തിൽ ഉമർ ഒരു ഹോട്ടലിൽ ഒരു കരാർ ഒപ്പിടാൻ പോയി. സരസ്വതി പുറത്ത് കാത്തുനിന്നപ്പോൾ അരുൺ അവിടെ വന്നു. നീ ഒരു പണക്കാരനെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അപമാനിച്ചു. സരസ്വതി, ഇനി നിനക്കെന്നെ ബാധിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഉമർ പുറത്തുവന്ന്, നീയാണ് സരസ്വതി പറഞ്ഞ ആ മോശം മനുഷ്യൻ.
നിന്നോട് ഒരു കരാറുമുണ്ടാകില്ല എന്ന് അരുണിനോട് പറഞ്ഞു. അരുൺ, എനിക്ക് ഈ ജോലി വേണം, എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് യാചിച്ചു. ഉമർ, സരസ്വതി ഇപ്പോൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. നിന്നെ ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞ് വിവാഹ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അരുൺ വീണ്ടും വീട്ടിലെത്തി. വിജയലക്ഷ്മിയെ വേറൊരാൾ വളർത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. വിജയലക്ഷ്മി, നീ എന്റെ അച്ഛനല്ല, ഉമറാണ് എന്റെ യഥാർത്ഥ അച്ഛൻ. അവൻ ഞങ്ങളെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞു. ഉമർ അരുണിനെ മുഷ്ടിമടക്കി വീണ്ടും വരരുതെന്ന് പറഞ്ഞിരുന്നു. ഇനി വന്നാൽ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞു. അരുൺ പിന്നീട് തിരിച്ചുവന്നില്ല. സരസ്വതിയും ഉമറും വിജയലക്ഷ്മിയും സന്തോഷകരമായ ജീവിതം നയിച്ചു. വിജയലക്ഷ്മി പിന്നീട് വിദേശത്ത് പഠിക്കാൻ പോയി. ഉമറെല്ലാം നോക്കി നടത്തി.